ചോദിക്കാനുള്ളത്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കുവാൻ വേണ്ടി സക്കരിസലായി കൊണ്ടുവന്ന ഒരു പുതിയ വാദമല്ലേ യാ ഇബാദല്ലാഹ് അയ്യുനൂനി എന്ന ദുർബലവാദി. ഇതിനെ കുറിച്ച് വിശദീകരിക്കും. യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ഹദീസ് സക്കരിയ സ്വലാഹി കൊണ്ടുവന്നതല്ല. മൂപ്പര വീട്ടിൽ ഹദീസ് ഉണ്ടാക്കുന്ന ഏർപ്പാടൊന്നുമില്ലല്ലോ. ഒരു ഹദീസ് കൊണ്ടുവരാനേ സ്വാഭാവികമായി മൂപ്പര് കൊണ്ടുവന്നെങ്കിൽ നമുക്ക് ചോദിക്കാം എവിടുന്നാ കിട്ടിയത്. അപ്പൊ മൂപ്പര് കിതാബ് ഇങ്ങനെ കാണിച്ചാൽ ഈ കിതാബിലൊക്കെ ഉണ്ട്, ചെന്ന് നോക്കുമ്പോൾ അവിടെ ഉണ്ട് താനും. അപ്പൊ പിന്നെ മൂപ്പര് കൊണ്ടുവന്നതല്ലാന്ന് മനസ്സിലായി. ഇനി കേരളത്തിലേക്ക് വിഷയം കൊണ്ടുവന്ന അദ്ദേഹമാണോ? അതുമല്ല, അതും വ്യക്തമാണ്. ഈ ഹദീസ് 14 കാലമായി മുസ്ലിം ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. സ്വാഭാവികമാണ്, ഹദീസുകൾ പലതും ഉണ്ടാവാം. ദഈഫ് ഉണ്ടാകാം, മൗദൂ ഉണ്ടാവാം, ബാത്തിലായ നിരർത്ഥകമായ റിപ്പോർട്ടുകൾ വരെ ആ കൂട്ടത്തിലുണ്ട്. ഈ റിപ്പോർട്ട് നബിതങ്ങൾ പറഞ്ഞോ പറഞ്ഞില്ലേ? ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ ആ ചർച്ചയുണ്ട്. സ്വഹീഹാണോ അല്ലേ? സ്വഹീഹാണ് എന്ന് ധരിച്ചവരുണ്ട്, സ്വഹീഹല്ല എന്ന് ധരിച്ചവരുണ്ട്. അത് ഇത് മാത്രമല്ല, ദുർബലമായ ഏത് ഹദീസും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ സുബ്ഹിയിൽ ഖുനൂത്ത് ഓതാൻ പറ്റോ ഇല്ലേ എന്നാ ചർച്ച ആരംഭിച്ചത് ആദ്യ നൂറ്റാണ്ട് മുതൽ. കാരണം ദഈഫായ ഹദീസ് കിട്ടി, നബിതങ്ങൾ സുബ്ഹിയിൽ സ്ഥിരമായി ഖുനൂത്ത് ഓതി. പണ്ഡിതന്മാർ അന്നേ അതേക്കുറിച്ച് ചർച്ച ചെയ്തു. ഇമാം ഷാഫിഈ പറഞ്ഞു ഹദീസ് സ്വഹീഹാണ്, അതുകൊണ്ട് ഖുനൂത്ത് ഓതണം. മറ്റ് 3 മദ്ഹബുകാരും പറഞ്ഞു ഹദീസ് സ്വഹീഹല്ല, അതുകൊണ്ട് ഖുനൂത്ത് ഓതേണ്ടതില്ല. ഷാഫിഈ മദ്ഹബിൽ പോലും ഈ ഹദീസ് സ്വഹീഹല്ല എന്ന് മനസ്സിലാക്കി ഖുനൂത്ത് ഓതാതെ മാറി നിന്ന പണ്ഡിതന്മാരുണ്ട് എന്ന് ഇമാം ദഹബിയുടെ സീർ അലാമിൻ നുബല പോലുള്ള ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ ആ ഹദീസ് കൊണ്ടുവന്നത് ആരാന്ന് വെച്ചാൽ ഒരാൾ പതിഞ്ഞ ഹദീസ് ചർച്ചയാക്കിയത് ഒരു മുസ്ലിയാർ വന്നു ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചർച്ചയായി, സ്വഹീഹാണോ അല്ലേ വീണ്ടും പരിശോധന വിധേയമാക്കി. അങ്ങനെ സ്വഹീഹല്ല തീരുമാനം പറഞ്ഞാൽ അത് ഇയാൾ കൊണ്ടുവന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആദ്യ നൂറ്റാണ്ടുകൾ മുതൽ ഈ ഹദീസ് ചർച്ചയുണ്ട്. ഇബ്നു മുബാറക്കിനെ പോലുള്ള സലഫ് സ്വാലിഹികളിൽപ്പെട്ട പ്രഗത്ഭരായ ഇമാമീങ്ങൾ ദഈഫാണ് എന്ന് മനസ്സിലാക്കി. ഇമാം അഹ്മദിനെ പോലുള്ളവർ സ്വഹീഹാണെന്നും മനസ്സിലാക്കി. സ്വാഭാവികമാണ്, എല്ലാ ഹദീസും എല്ലാ ഇമാമീങ്ങളും പൂർണ്ണമായും എല്ലാം ജീവിതത്തിൽ പഠിച്ച് ക്ലിയർ ആകണം എന്നില്ല. ഒരുപക്ഷെ ആദ്യകാലത്ത് ദഈഫ് എന്ന് പറഞ്ഞത് പിന്നീട് അതേ ഇമാമ് തന്നെ സ്വഹീഹ് എന്ന് മാറ്റി പറയും. ആദ്യകാലത്ത് സ്വഹീഹ് എന്ന് പറഞ്ഞത് പിന്നീട് ദഈഫ് എന്ന് മാറ്റി പറയും. കൂടുതൽ പഠിക്കുമ്പോൾ അങ്ങനെയാണ്. നമ്മളും അങ്ങനത്തെയാണ്. 10 കൊല്ലം മുമ്പ് ഉള്ള ഇൽമല്ല ഇന്ന് നമുക്ക് ഉണ്ടാവുക. 10 കൊല്ലം മുമ്പ് അറിയാത്ത ഒരുപാട് സംഗതികൾ ഈ കഴിഞ്ഞ 10 കൊല്ലങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പൊ സ്വാഭാവികമായും പല ധാരണകളും തിരുത്തേണ്ടി വന്നു. നമ്മളെ പോരായ്മയാണ്, ദീനിന്റെ പോരായ്മയല്ല, പ്രമാണങ്ങളുടെ പോരായ്മയല്ല. പ്രമാണം മാറൂല, നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് മാറും. ഇമാം ഷാഫിഈ സ്ത്രീകളെ പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പറഞ്ഞയക്കണമെന്ന ഹദീസിനെ കുറിച്ച് പറഞ്ഞത് എന്താ? 2 പെരുന്നാളിലേക്ക് സ്ത്രീകളെ പറഞ്ഞയക്കണമെന്ന ഹദീസ് ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇൻകാന സാബിതൻ ലഖുൽതു ബിഹി, ആ ഹദീസ് സ്ഥിരപ്പെട്ട ഹദീസാണെങ്കിൽ അതുപ്രകാരം ഞാൻ പറയുമായിരുന്നു. അപ്പൊ ഇമാം ഷാഫിയുടെ പഠനത്തിൽ ആ ഹദീസ് സ്വഹീഹാണെന്ന് തീരുമാനം പറയാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സ്വഹീഹാണെങ്കിൽ ഞാൻ ഇതുപ്രകാരം പറയും. എന്നാൽ ഇമാം ഷാഫിക്ക് ശേഷം വന്ന ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും ഈ ഹദീസ് പഠനവിധേയമാക്കി. അവർക്ക് ബോധ്യമായി ഇത് സ്വീകാര്യമാണ്. 2 പേരും തങ്ങളുടെ സ്വഹീഹുകളിൽ ആ ഹദീസ് രേഖപ്പെടുത്തി. മുത്തഫഖുൻ അലൈഹിയായി, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതായി മാറി. അതിനെക്കുറിച്ച് ഇമാം ഷാഫി എന്ത് പറഞ്ഞത്? സ്വഹീഹാണെങ്കിൽ ഞാൻ പറയുമായിരുന്നു. സ്വാഭാവികമാണ്. എന്നതുപോലെ ഈ ഹദീസും അന്ന് മുതലേ ചർച്ച ചെയ്യപ്പെട്ടു പോരുന്നു. ദഈഫാണെന്ന് പറഞ്ഞവരുണ്ട്, സ്വഹീഹാണെന്ന് പറഞ്ഞവരുണ്ട്. സ്വഹീഹാണെന്ന് ധരിച്ചവർ അതുപ്രകാരം വിധികൾ പറഞ്ഞവരുണ്ട്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരുണ്ട്, പ്രാവർത്തികമാക്കാൻ നിർദ്ദേശിച്ചവർ ഉണ്ട്. ദഈഫാണെന്ന് പറഞ്ഞവർ പ്രാവർത്തികമാക്കാവതല്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചവരുമുണ്ട്. അത് സക്കരിയ സ്വലാഹി കൊണ്ടുവന്നൊരു ഹദീസല്ല. സക്കരിയ സ്വലാഹി ദഅ്വാ രംഗത്ത് ഉണ്ടാകുന്നതിന് മുമ്പേ ആ ഹദീസ് നമ്മുടെ നാട്ടിൽ ചർച്ചയുണ്ട്. നമ്മുടെ നാട്ടിൽ മുസ്ലിയാക്കന്മാരാണ്, സുന്നി മുസ്ലിയാക്കന്മാരാണ് ഈ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ച് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്.
നമുക്ക് കിട്ടിയിടത്തോളം 971 രേഖയായി അതിന് ചർച്ച നമ്മൾ കണ്ടത്. അതിന് മുമ്പും ആ ചർച്ച ഉണ്ടാവാം, അല്ലാഹു അഅലം. അങ്ങനെ 71 സൽസബീലിലാണല്ലോ ഉമർ മൗലവി അതിന് മറുപടി എഴുതാൻ തീരുമാനിച്ചത്. അന്ന് സക്കരിയ സ്വലാഹിക്ക് 5 വയസ്സ് പ്രായം. അപ്പൊ പിന്നെ സക്കരിയ സ്വലാഹി കൊണ്ടുവന്നല്ലാന്ന് ഉറപ്പാ. സൽസബീലിൽ ഇത് എഴുതുമ്പോൾ സക്കരിയ സ്വലാഹിന്റെ വയസ്സ് 5. പിന്നീട് 80കളിൽ വീണ്ടും ചില മുസ്ലിയാക്കന്മാർ കുത്തിപ്പൊക്കി. അന്ന് നമ്മുടെ ശബാബിലേക്ക് അത് ചോദ്യമായി വന്നു. മടവൂരികളുടെ ശബാബിലേക്കല്ല, അന്ന് മടവൂരികൾ സാധനമില്ല, അന്ന് നമ്മുടേതാണ് ശബാബ്. നമ്മുടെ ശബാബിലേക്ക് 80കളിൽ ചോദ്യം വന്നു. അപ്പൊ അന്നും സക്കരിയ സ്വലാഹിക്ക് 15 20 വയസ്സ് പ്രായമേ ഉള്ളൂ. അപ്പോഴും അദ്ദേഹമല്ല കൊണ്ടുവന്നത്. ആ ചോദ്യം പിന്നീട് 94 ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കി. യുവതയാണ് പ്രസിദ്ധീകരിച്ചത്. പ്രാർത്ഥനാ തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന പേരിൽ ആ പുസ്തകം ഇറങ്ങി. പിന്നീട് 2001 ഷാർജ മുഖാമുഖത്തിൽ ഖുറാഫികൾ ചോദിച്ചു. ഹുസൈൻ സലഫി അന്ന് മറുപടി പറഞ്ഞു. 2004 മണ്ണാർക്കാട് സംവാദത്തിൽ അലവി സുലൈമാൻ സഖാഫിമാർ ഇതുമായി വന്നു. അന്ന് സക്കരിയ സ്വലാഹി അതിന് ഇതേ മറുപടി നൽകി. 2005 തൗഹീദ് വിമർശനങ്ങൾക്ക് മറുപടി എന്ന പേരിൽ അബ്ദുൽ ജബ്ബാർ മൗലവി പുസ്തകം എഴുതി. അവിടെ ഖുറാഫികളുടെ വാദത്തിന് മറുപടിയായി അദ്ദേഹം ഇതേ മറുപടി രേഖപ്പെടുത്തി. 2007 അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് സത്യധാരയിലും ചന്ദ്രികയിലും മാറി മാറി ലേഖനം എഴുതി. അതിനെ ഗണ്ണിച്ചുകൊണ്ട് പലരും എഴുതിയ കൂട്ടത്തിൽ അബ്ദുൽ ജബ്ബാർ മൗലവി ഇസ്ലാഹിലും എഴുതി. അന്നും ഇതേ മറുപടിയാണ് പറഞ്ഞത്. 2009 ഇടവണ്ണ ജാമിയയിലെ മുഖാമുഖത്തിലും ജിദ്ദ മുഖാമുഖത്തിലും ബഹുമാനായ അബ്ദുറഹ്മാൻ സലഫിയോട് ഇതേ ചോദ്യം വന്നു. ചോദിച്ച 2 പേരും ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ആ 2 ചോദ്യത്തിനും അദ്ദേഹം ഇതേ മറുപടി അന്ന് നൽകി. 2011 ആലപ്പുഴയിലെ ഇസ്തിഖാമ പരിപാടിയിൽ അനസ് മുസ്ലിയാരോട് ചോദ്യം വന്നു. അദ്ദേഹം അത് തന്നെ പറഞ്ഞു. അതേ 2011 തിരുവനന്തപുരം ആറ്റിങ്ങൽ മുഖാമുഖത്തിൽ 1ാമത്തെ ചോദ്യം ഒരു സഖാഫി ഈ ഹദീസും ഇതിന് ഷൗക്കാനി നൽകിയ വിശദീകരണവും ഉന്നയിച്ചുകൊണ്ട് ചോദ്യം തന്നു. അന്ന് അനസ് മുസ്ലിയാരും ഞാനും അതിന് മറുപടി നൽകി. മജീദ് സ്വലാഹിയും ശംസുദ്ദീൻ പാലത്തും വേദിയിൽ ഉണ്ടായിരുന്നതാനും. 2011 നവംബറിൽ ബഹ്റൈൻ മുഖാമുഖത്തിൽ അനസ് മുസ്ലിയാരോട് വീണ്ടും ഈ ചോദ്യം വന്നു. അത് തന്നെ അദ്ദേഹം ആവർത്തിച്ചു. 2011 ഡിസംബറിൽ കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഇത് ചർച്ച വരികയും ഇത് പഠിക്കാൻ തീരുമാനിക്കുകയും ജനുവരി മാസത്തെ സിറ്റിംഗിന് ഈ വിഷയം തീരുമാനിക്കുകയും ആ വിഷയം അവതരിപ്പിക്കാൻ അനീഫ് കായിക്കുടിയും ഞാനും നിയുക്തരാവുകയും ചെയ്തു. ആ പ്രബന്ധത്തിൽ 2012 ജനുവരിയിൽ ഞങ്ങൾ ഒന്നിച്ച് തയ്യാറാക്കി കൊടുത്ത പ്രബന്ധത്തിൽ പറഞ്ഞു, ഹദീസ് സ്വീകാര്യമല്ല, ദുർബലമാണ്. സ്വീകാര്യമാണെങ്കിൽ ഹദീസിൽ വന്ന പദവും ഹദീസിൽ വന്ന സാഹചര്യത്തിലും മാത്രമായി നാം ഇത് ഒതുങ്ങി നിൽക്കേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് പോയിക്കൂടാ. ഇനി സ്വഹീഹാണെങ്കിലും അല്ലാഹു അല്ലാത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഇതിൽ തെളിവുമില്ല. എന്തുകൊണ്ട് തെളിവില്ല? ഇത് പ്രാർത്ഥന അല്ലാത്തത് കൊണ്ട്, ഇത് അഭൗതികമല്ലാത്തത് കൊണ്ട്. ആ പ്രബന്ധത്തിന്റെ 15ാമത്തെ പേജിൽ ഞങ്ങൾ രേഖപ്പെടുത്തി, സ്വഹീഹാണെങ്കിൽ തന്നെ അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയ്ക്ക് ഇതിൽ തെളിവില്ല. അപ്പോൾ 2012 വരെ ഐക്യകണ്ഠേന പറഞ്ഞ ഒരു മറുപടി. ഈ മറുപടി പറഞ്ഞവർ തന്നെ അതിൽപ്പെട്ട ചിലരെ കുറിച്ച് അതൊരു വലിയ കുറ്റമായി കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അവിടെ പിന്നെ താല്പര്യം മറ്റെന്തോ ആണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. അതുകൊണ്ട് സക്കരിയ സ്വലാഹി അല്ല ആ ഹദീസുമായി രംഗത്ത് വന്നത്. അദ്ദേഹമല്ല അത് വിവാദമാക്കിയത്. അദ്ദേഹം പ്രസംഗിച്ചിട്ടല്ല വിവാദമായത്. അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയിട്ടുമല്ല വിവാദമായത്. കാരണം ജബ്ബാർ മൗലവി എഴുതിയതിന് ശേഷമാണല്ലോ 5 കൊല്ലം അതേ മറുപടി എല്ലാവരും പറഞ്ഞത്. പിന്നെ 2012 കഴിഞ്ഞ് അതിന് അവസാന സമയമാകുമ്പോ 4 ആള് വന്നു കൂടിയിട്ട് പറയാ, അതിൽപ്പെട്ട ഒരാൾ പ്രഖ്യാപിക്ക, ഞാൻ ഇത്രയും കാലം പറഞ്ഞൊക്കെ തെറ്റാണ്, അത് വിശ്വാസമില്ലാതെ പറഞ്ഞതാണ്, ഞാൻ തൗബ ചെയ്യുന്നു.
അപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് അന്നും വിശ്വാസമുണ്ട്, ഇന്നും വിശ്വാസമുണ്ട്, വിശ്വാസം ഇല്ലാതൊന്നും പറഞ്ഞിട്ടില്ല, വിശ്വാസം ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് ഇതിന്റെ ഒരു ആകത്തുക. അല്ലാതെ സക്കരിയ സ്വലാഹി കൊണ്ടുവന്ന വിവാദമേ അല്ല. സക്കരിയ സ്വലാഹി എന്നൊരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിട്ടില്ലെങ്കിൽ പോലും ഈ ഹദീസ് ലോകത്ത് ചർച്ചയാകും എന്ന കാര്യം തീർച്ചയാണ്. 200ഓളം കൊല്ലമായി ലോക ഖുറാഫികളായ പണ്ഡിതന്മാർ, സൈനി ദഹ്ലാനെ പോലെയുള്ള, അബ്ദുല്ലാഹി ഹബശിയെ പോലെയുള്ള ലോകപ്രശസ്തരായ ഖുറാഫി പണ്ഡിതന്മാർ ഈ ഹദീസ് ദുർവ്യാഖ്യാനിക്കുന്നു. അതിന് ലോകപ്രശസ്തരായ സലഫി പണ്ഡിതന്മാർ ഇതേ മറുപടി 2 നൂറ്റാണ്ടോളമായി നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ചർച്ചയല്ല, ലോകാടിസ്ഥാനത്തുള്ള ചർച്ചയാണ്. നമ്മുടെ നാട്ടില് അത് ദുർവ്യാഖ്യാനിച്ച് അത് ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. അപ്പോൾ സ്വലാഹി അല്ല പ്രശ്നക്കാരൻ, ഇത് പ്രശ്നമാക്കിയവരാരോ അവരാണ് പ്രശ്നക്കാർ.